തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് കണ്ണൂരിലെത്തി. ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. പക്ഷേ സാഹചര്യം ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ തന്നെ ജനപ്രതിനിധികളോ ഡെപ്യൂട്ടി മേയറോ മേയൊക്കെ ആയത്. പക്ഷേ ഞങ്ങളെക്കാളൊക്കെ ഇതിനെ മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ സാധിച്ചത്. ഇപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ കടം വീട്ടാൻ നടക്കുന്ന ആരും അറിയാത്ത പ്രവർത്തകർ കേരളത്തിൻ്റെ പല ഭാഗത്തോട്ട് തിരുവനന്തപുരത്തുണ്ട്. നമ്മളിപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്, നമ്മളൊരു പൊതുയോഗം നടത്തുമ്പോൾ ഇപ്പോൾ ഒന്ന് പ്രസംഗിച്ചിട്ടുള്ള പക്ഷേ ഞാനായിരിക്കാം, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കാം, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എം ടി രമേശിയേക്കാം. പക്ഷേ അതിൻ്റെ ഏറ്റവും പുറകിൽ ആ സ്റ്റേജിൻ്റെയും അർഹത്തിൻ്റെയൊക്കെ ഏറ്റവും പുറകിൽ പേനയും പേപ്പറും വെച്ച് കണക്ക് കൂട്ടി മൈസെറ്റുകാരോടും സ്റ്റേജ് കെട്ടിയ ആളിനോടും അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ടുവന്ന വാഹനം കൊണ്ടുവന്ന ആളിനോടും തർക്കിക്കുന്ന അല്ലെങ്കിൽ കടം പറയുന്ന ചില പ്രവർത്തകരാണ്. അവരാരും ശ്രദ്ധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ മുമ്പിൽ വരാറില്ല, അവർ ഹാരം ഇട്ട് കൊടുക്കാറില്ല, അവരെ ആരും അറിയാവരുമില്ല. ഈ പരിപാടിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളൊക്കെ പോയി നേതാക്കന്മാരൊക്കെ വീട്ടിൽ എത്തിയാൽ ഇവരൊക്കെ അവിടെ ചുറ്റിപ്പറ്റിക്കുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തകരാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ശക്തി എന്നുള്ളതാണ്. അത് രാജ്യത്തുള്ള മേയർ വേറെ ആ മേയർ ആയി കഴിഞ്ഞാൽ മേയറാവും. കാരണം ഈ പ്രവർത്തകർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ തവണ പൂജപ്പുരയിൽ കൗൺസിലർ ആയപ്പോഴും അതോടൊപ്പം തന്നെ ഇപ്പോൾ മേയറായപ്പോഴും നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞത്, അക്കറയുള്ള പാർട്ടി പ്രവർത്തകർ അതാത് കാര്യങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് മാത്രമേ സ്ഥായിയായി നിൽക്കുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വിനോദേട്ടൻ കണ്ണൂർ പാർട്ടി ഓഫീസിലാണ് രാവിലെ വന്നിട്ട് ബാക്കി പ്രാഥമിക കുളിക്കാനൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നു പറയുന്നത് ഏറ്റവും സന്തോഷത്തോടെ അത് മതിയെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ പ്രസ്ഥാനത്തെ കൂടെ നിർത്തിക്കൊണ്ട് ജനങ്ങളെ പ്രധാനമാക്കി മാറ്റുക, സമൂഹത്തിലേക്ക് അലിഞ്ഞിരിക്കുക, ഈ ഒരു നയമാണ് സ്വീകരിക്കേണ്ടത്. തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കണ്ണൂരിൽ 2 കോർപ്പറേഷൻ കൗൺസിലർമാർ 4 ഇപ്പോൾ 2 പേരുടെ ഉണ്ട് സ്ഥലത്തുണ്ട്. ഞാൻ ചോദിക്കുകയായിരുന്നു ബാക്കിയുള്ളവർക്ക്, നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി മേർക്ക് സ്വീകരണം വളരെ സന്തോഷമുള്ളത്. പക്ഷേ ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുക, 2030 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ബിജെപി പരിഹരിക്കുമെന്നുള്ള തീരുമാനങ്ങൾ 2030 കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു തീരുമാനം ഇന്ന് ഇവിടെ വരും എല്ലാവരും ഇടണം. സംഘടനാപരമായി പിന്നീട് ജില്ലാ പ്രസിഡന്റ് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനം അതെങ്ങനെ നടപ്പിലാക്കാം. ആദ്യത്തെ കൗൺസിൽ യോഗം മുതൽ വ്യക്തമായ പ്രതിപക്ഷമായിട്ട്